തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി എ.കെ. സ്റ്റാലിൻ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ അടിച്ചമർത്തലിനും ആധിപത്യത്തിനും പ്രവേശനമില്ല, അതുകൊണ്ട് ബി.ജെ.പിക്ക് സംസ്ഥാനത്തിന് നോ എൻട്രി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേവലം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിനപ്പുറം ഈ പ്രസ്താവനയ്ക്ക് വലിയൊരു സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളായ പെരിയാറിന്റെയും DMK സ്ഥാപകൻ N.K. അണ്ണാദുരൈയുടെയും ആശയങ്ങളിൽ അടിയുറച്ചാണ് DMK തമിഴ്നാടിന് രാഷ്ട്രീയ മുന്നേറ്റത്തെ നയിക്കുന്നത്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, സ്വയംഭരണാവകാശം, സാമൂഹ്യ നീതി തുടങ്ങിയ വിഷയങ്ങളിൽ തമിഴ്നാട് എക്കാലത്തും ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സ്റ്റാലിന്റെ പ്രസംഗം ഈ ചരിത്രപരമായ തുടർച്ചയുടെ പ്രതിഫലനമാണ്. തമിഴ് ജനതയുടെ തനതായ സ്വത്വവും ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാൻ അവർ കാണിക്കുന്ന ദൃഢനിശ്ചയം ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈ വേരുകളാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം. കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെതിരെ നടത്തുന്ന അടിച്ചമർത്തൽ നയങ്ങളെ സ്റ്റാലിൻ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ, വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞുവെക്കൽ, പുരാവസ്തു ഗവേഷണത്തിനുള്ള ഇടപെടൽ എന്നിവയെല്ലാം അദ്ദേഹം എടുത്തു പറഞ്ഞ ഉദാഹരണങ്ങളാണ്.